നമസ്കാരം, ഞാൻ സാബു ജോസഫ്. സ്ട്രീറ്റ് ലൈറ്റ് ന്യൂസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. വർഷങ്ങളായി വിദേശത്ത് ജോലി ചെയ്തു വരുന്ന മോഹനൻ എന്ന ഒരാളുടെ അനുഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് വർഷങ്ങളായിട്ട് മുട്ടുവേദന മൂലം സഹിക്കാൻ പറ്റാതെ, അതായത് നേരവണ്ണം നടക്കാൻ പോലും പറ്റാതെ കാല് വലിച്ച് നടന്നു വന്നുകൊണ്ടിരുന്ന ഒരാളാണ് മോഹനൻ എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹം പല ചികിത്സകളും ചെയ്തു, അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല. പിന്നീട് അലോപ്പതി ഹോസ്പിറ്റലിൽ സമീപിച്ച് കഴിഞ്ഞപ്പോൾ അവർ മുട്ടുമാറ്റിവെക്കൽ സർജറിയാണ് നിർദ്ദേശിച്ചത്. അദ്ദേഹം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ക്ലിനിക്കിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് സുഖപ്പെട്ടു പോയിട്ടുള്ള ഒരാളുടെ അനുഭവം കേട്ടിട്ട് അദ്ദേഹം ഞങ്ങളുടെ ക്ലിനിക്കിൽ വരികയുണ്ടായത്. ഞങ്ങളുടെ ക്ലിനിക്കിൽ വന്ന ശേഷമുള്ള അനുഭവം അദ്ദേഹത്തിൻ്റെ വാക്കുകളോട് തന്നെ നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ പേര് മോഹൻദാസ്. ഞാൻ തൃശ്ശൂരിലാണ് എൻ്റെ വീട്. ഞാൻ പുറത്ത് ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത് ആസ് എ സെയിൽസ് മാനേജറായിട്ട്. ഇപ്പോൾ എനിക്ക് എൻ്റെ 2 കാൽമുട്ടിനാണ് പ്രോബ്ലം ഉണ്ടായിരുന്നത്. ഒരു 2-2.5 വർഷം മുമ്പ് ഞാൻ റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. പക്ഷേ ഒരുവിധ ഇതും എനിക്ക് കിട്ടിയില്ല, ഒരു ഗുണം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് വീണ്ടും പിന്നെ ആയുർവേദം കുറേ നോക്കി, അതിലും ഇല്ല. എൻ്റെ ഇടത്തെ മുട്ടിനായിരുന്നു ഏറ്റവും കൂടുതൽ വേദന, നടക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ എന്താ വെച്ചാൽ പിന്നെ വലത്തേ മുട്ടിലേക്കും അത് കിട്ടി. അങ്ങനെ എന്താ വെച്ചാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തന്നെ ഇടത്തെ മുട്ടിനായിരുന്നു. കാല് വലിച്ച് നടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വേണ്ടി ഞാൻ എത്തിയതാണ്. എന്നിട്ട് ഞാൻ പിന്നെ മറ്റേ ഹോസ്പിറ്റലിൽ പോയി കണ്ടപ്പോൾ അവരെന്നോട് പറഞ്ഞത് രണ്ടും എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിന് തയ്യാറായില്ല. അങ്ങനെയാണ് ഈ ട്രീറ്റ്മെൻറ്റ് അറിഞ്ഞ് ഞാൻ വന്നത്. അങ്ങനെ ഈ മൂക്കന്നൂർ വണ്ണസ് ഹോമിയോ ആൻഡ് അക്യുപഞ്ചർ ക്ലിനിക്കിനെ പറ്റിയിട്ട് എൻ്റെ ഇവിടെ വന്ന് സുഖപ്പെട്ടു പോയൊരു പേഷ്യൻറ്റ് പറഞ്ഞറിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. വന്നിപ്പോൾ ഏകദേശം ഒരു 19-20 സിറ്റിംഗ് ആയി. പക്ഷെ ഇപ്പം എനിക്ക് നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഓവറായിട്ടല്ല, എന്നാലും കോൺഫിഡൻസ് വന്നിട്ട് നടക്കാനായിട്ട്. പിന്നെ പണ്ട് കാല് വലിച്ചാൽ നടക്കണ്ടായിരുന്നേ, ഇപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് കുറേശ്ശെ നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. ആ ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 50% ഓക്കെയാണ്. ഇപ്പോൾ എനിക്ക് നടക്കാൻ പറ്റുന്ന കോൺഫിഡൻസും ഉണ്ട്. ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇതേമാതിരി ബുദ്ധിമുട്ടുള്ള വേറെ പലരും ഉണ്ടാവും. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ നടക്കാൻ ബുദ്ധിമുട്ടിയിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഉപകാരപ്രദമാവുകയാണെങ്കിൽ വളരെ നല്ലത്. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് ഇടുന്നത്. ഇവിടെ ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ പല പേഷ്യൻസ് ഇവിടെ ഉണ്ടായിരുന്നു, പല അസുഖങ്ങളായിട്ട്. അവരായിട്ട് സംസാരിച്ച് വന്നപ്പോൾ അവർക്ക് എല്ലാവർക്കും അത് കുറേ പേർക്ക് ക്യൂറായിട്ടുണ്ട്, കുറേ പേർക്ക് നല്ല ഭേദമായിട്ടുണ്ട്. ഉപ്പുറ്റുവാനൊക്കെ നടക്കാൻ പറ്റാത്ത ആൾക്കാർ വന്നിട്ട് തന്നെ ഈ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് വളരെ നല്ല രീതിയിൽ ഇവിടെ നിന്ന് നടന്നു പോയത് ഞാൻ കണ്ടതാണ്. പിന്നെ ഇത് സാധാരണക്കാരന് വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ ഇതെല്ലാം ഞാൻ ഇവിടെ വന്ന് കണ്ടിട്ടാണ് ആദ്യം. അപ്പം എനിക്കൊരു കോൺഫിഡൻസ് കൂടിയുണ്ട്. അങ്ങനെ ആ കോൺഫിഡൻസ് എനിക്ക് റിസൾട്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഏത് തരത്തിൽ എത്ര താഴ്ന്ന ആൾക്കാർക്ക് ഈ ട്രീറ്റ്മെൻറ്റ് നമുക്ക് അത്ര വലിയ പൈസ ചിലവോ മറ്റുള്ള ഒന്നുമില്ല, പത്യങ്ങളോ ഒന്നും ഇല്ലാത്തതാണ്. ഇത് വളരെ ഉപകാരപ്രദമായൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനത് ഷെയർ ചെയ്യാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ ഞാൻ ഡോക്ടറോട് നന്ദിയും പറയുന്നു. എൻ്റെ ഇത്രയും എനിക്കിത് കുറച്ച് കിട്ടിയാണ്. ഈ അനുഭവം നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ഇതുപോലെ നമ്മുടെ ചുറ്റും ഒരുപാട് ബുദ്ധിമുട്ടി വിഷമിക്കുന്ന ആളുകൾക്ക് പ്രയോജനകരമായി മാറുവാനായിട്ട് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. കാരണം ഇതുപോലുള്ള ആളുകൾക്ക്, ഇതുപോലെ വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരുപാട് പേർക്ക് അത് പ്രയോജനകരമായിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.